ഒരു നിലാവുള്ള രാത്രി ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. ബാലചന്ദ്രനും എല്ലാവരെയും പോലെ നല്ല സുഖമായി ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടത്. യമരാജൻ തൻ്റെ അടുത്തായി നിൽക്കുന്നു. ഇത് കണ്ട് ബാലചന്ദ്രൻ പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു മകനുണ്ടായിട്ട് അധിക കാലമായിട്ടില്ല. അതിനാൽ അവൻ വലുതാകുമ്പോൾ അവന് ജീവിക്കാൻ ആവശ്യമായ സമ്പാദ്യം ഉണ്ടാക്കുന്നതിനായി തനിക്ക് 1 വർഷം കൂടി ആയുസ് നൽകണമെന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ഇത് കേട്ട യമരാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 1 വർഷമല്ല 10 വർഷം താങ്കൾക്ക് നൽകിയിട്ടും ഒരു കാര്യവുമില്ല. കാരണം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട 3 പുണ്യകാര്യങ്ങളിൽ ഒന്നുപോലും താങ്കൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതിനാൽ താങ്കൾക്ക് ആയുസ് വർദ്ധിച്ചു നൽകാൻ സാധ്യമല്ല. ഇത് കേട്ട് ബാലചന്ദ്രൻ ചോദിച്ചു, എന്താണ് യമരാജൻ ഈ പറയുന്നത്? എന്താണ് ആ 3 പുണ്യകാര്യങ്ങൾ? ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുന്നേ എനിക്കതെല്ലാം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് കേട്ട യമരാജൻ ബാലചന്ദ്രന് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഒരു രാജ്യത്തിൽ വീരനും ധർമ്മിഷ്ഠനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകളാണ് ഉണ്ടായിരുന്നത്. മകളുടെ ജനനത്തോടെ രാജ്ഞി മരണപ്പെട്ടിരുന്നു. അതിനാൽ മകൾക്കു രാജാവ് വളരെയധികം വാത്സല്യം നൽകിയാണ് വളർത്തിയത്. രാജകുമാരി കലകളിലും ധൈര്യത്തിലും അഭ്യാസത്തിലും എല്ലാം തികഞ്ഞ ഒരു പെണ്ണായി വളർന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു നാൾ ഉറക്കത്തിൽ രാജാവ് മരണപ്പെട്ടു. ആ രാജ്യത്തെ നിയമമനുസരിച്ച് രാജാവ് മരിച്ചുപോയാൽ അടുത്ത അവകാശി രാജാവിൻ്റെ മകനോ മകളോ ആയിരിക്കും. അതിന് പ്രകാരം അടുത്ത അവകാശി നമ്മുടെ രാജകുമാരിയായിരുന്നു. പക്ഷേ രാജകുടുംബത്തിലുള്ള ചിലർക്ക് ഒരു പെണ്ണ് രാജ്യം ഭരിക്കുന്നതിൽ തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ രാജകുമാരി അധികാരം കയ്യേൽക്കുന്നതിനുള്ള ദിവസം കുറിച്ചു. അധികാരമേൽക്കുന്നതിന് മുൻപായി രാജകുമാരിയെ ഒരു പരീക്ഷണം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ നാട്ടിലുള്ള നിറയെ ചുഴികളും വലിയ നീരൊഴുക്കുമുള്ള ഒരു സമുദ്രത്തിൽ ഇറങ്ങി കുളിക്കുകയും തൻ്റെ അച്ഛനു വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ആ നാടിനെ ഭരിക്കാനുള്ള അവകാശം രാജകുമാരിക്ക് ലഭിക്കുകയുള്ളൂ. ആ സമുദ്രത്തിലെ ചുഴികളിൽ അകപ്പെട്ടാൽ തൻ്റെ ശത്രുക്കളെ കയ്യിലേക്ക് അധികാരം ചെന്നെത്തും എന്നതുകൊണ്ട് അപകടമുണ്ടാകാതെ തിരിച്ചു വരുന്നതിനായുള്ള കാര്യങ്ങൾ ചെയ്യുവാനായി തുടങ്ങി. ശത്രുക്കളാക്കട്ടെ ഈ അവസരം മുതലാക്കുവാൻ തീരുമാനിച്ചു. സമുദ്രത്തിൽ ഇറങ്ങുന്ന രാജകുമാരിയെ അതിനുള്ളിൽ വെച്ച് തന്നെ വകവരുത്തുന്നതിനുള്ള ഏർപ്പാടുകളും ചെയ്തു. ശത്രുക്കളുടെ കണക്ക് പ്രകാരം രാജകുമാരി ചുഴിയിൽപ്പെട്ട് മരിക്കും. ഇനി അതിൽ നിന്നും രക്ഷപ്പെട്ടാൽ സമുദ്രതീരത്തുള്ള രാജകുടുംബത്തോട് ശത്രുതയുള്ള ഗ്രാമവാസികൾ രാജകുമാരിയുടെ രാജമുദ്ര കണ്ടാൽ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. അങ്ങനെ ചതിയന്മാർ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. രാജകുമാരി സമുദ്രത്തിലിറങ്ങി രാജാവിനോടുള്ള തൻ്റെ കടമകൾ നിർവഹിക്കുവാൻ തുടങ്ങി. അപ്പോൾ ശത്രുക്കൾ രാജകുമാരിയെ ആക്രമിക്കാൻ തുടങ്ങി. അവരുടെ ആക്രമണത്തിൻ്റെ ഫലമായി രാജകുമാരി ഒരു ചുഴിയിൽപ്പെട്ടു. കുറച്ചു സമയം അക്രമികൾ അവിടെ കാത്തു നിന്നിട്ടും രാജകുമാരിയെ കാണാത്തതുകൊണ്ട് രാജകുമാരി മരിച്ചെന്നുറപ്പിച്ചു. തിരിച്ച് കൊട്ടാരത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് രാജകുമാരി മരിച്ച വിവരം എല്ലാവരെയും അറിയിച്ചു. ഇതറിഞ്ഞ ജനങ്ങൾക്കും രാജഗുരുവിനും മന്ത്രിക്കും വളരെയധികം വിഷമം തോന്നി. എങ്കിലും രാജകുമാരിയുടെ മൃതദേഹം കിട്ടാത്തതിനാൽ അവർ കുമാരി മരിച്ചിട്ടുണ്ടാകില്ലെന്ന് പ്രാർത്ഥിച്ചു. രാജകുമാരി ഇല്ലാതായാൽ രാജാധികാരം തങ്ങളുടെ മകന് നൽകണമെന്ന് രാജകുമാരിയുടെ ബന്ധുക്കൾ രാജഗുരുവിനോട് ആവശ്യപ്പെട്ടു. രാജഗുരു 1 വർഷം കഴിയുന്നതുവരെ കാത്തിരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. രാജകുമാരിയുടെ വിവരമൊന്നും അറിയാത്തതിനാൽ രാജഗുരു അധികാര കൈമാറ്റത്തിന് അനുവാദം കൊടുത്തു. അങ്ങനെ രാജകുമാരിയുടെ ശത്രുവിൻ്റെ മകൻ ആ നിറയെ ചുഴികളുള്ള സമുദ്രത്തിൽ മുങ്ങുവാനായി ഇറങ്ങി. അപ്പോൾ അതാ സമുദ്രത്തിൽ നിന്നും ഒരാൾ പൊങ്ങി വരുന്നു. അത് നമ്മുടെ രാജകുമാരിയായിരുന്നു. ഇത് കണ്ട് രാജഗുരുവും മന്ത്രിയും ജനങ്ങളും വളരെയധികം സന്തോഷിച്ചു. രാജകുമാരി എല്ലാവരോടുമായി അന്ന് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി. ചുഴിയിൽപ്പെട്ടതിനു ശേഷം നല്ലവണ്ണം നീന്താൻ അറിയുമായിരുന്ന രാജകുമാരി വളരെ കഷ്ടപ്പെട്ട് ആ ചുഴിയിൽ നിന്നും പുറത്തു വന്നു. ക്ഷീണിച്ച രാജകുമാരി ഒഴുക്കിൽപ്പെട്ടു അവസാനം ഒരു കരയിൽ ചെന്നടിഞ്ഞു. അതാകട്ടെ രാജകുടുംബത്തിനോട് പകവെച്ച് പുലർത്തുന്ന
അവർ താമസിച്ചിരുന്ന ഗ്രാമം ആയിരുന്നു. അവർ രാജകുമാരിയെ കാണുകയും കുമാരിയുടെ ദേഹത്തുള്ള ആ രാജമുദ്ര കാണുകയും കുമാരിയെ ആക്രമിക്കാനായി ചെല്ലുകയും ചെയ്തു. അപ്പോഴാണ് അവർ കുമാരിയുടെ കൈവിരലിൽ കിടക്കുന്ന ആ വെള്ളിമോതിരം കണ്ടത്. അവർ ഈ മോതിരം എവിടുന്ന് കിട്ടിയെന്ന് കുമാരിയോട് ചോദിച്ചു. കുമാരി പറഞ്ഞു, രാജാവായ തൻ്റെ അച്ഛൻ കുറേ ആളുകളെ ഒരു അപകടത്തിൽ നിന്നും രക്ഷിച്ചപ്പോൾ അവർ അവരുടെ സന്തോഷത്തിനായി അവർ തൻ്റെ പിതാവിന് നൽകിയതാണ് ആ മോതിരം. സാധാരണക്കാർ തന്നതായാലും അതൊരു വെള്ളിമോതിരം ആയിട്ടുകൂടി രാജാവ് അത് തൻ്റെ വിരലിൽ അണിയുകയും തൻ്റെ മകൾ വലുതായപ്പോൾ ഈ മോതിരത്തെക്കുറിച്ച് പറയുകയും മകൾക്കു നൽകുകയും ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുതെന്ന് പറയുകയും ചെയ്തു. തങ്ങളെ സഹായിച്ച രാജാവിൻ്റെ മകളാണ് കുമാരിയെന്ന് മനസ്സിലാക്കിയ ഗ്രാമവാസികൾ സമുദ്രത്തിൽ വെച്ച് സാരമായി പരിക്ക് പറ്റിയ കുമാരിയെ ശുശ്രൂഷിച്ചു. അങ്ങനെ രാജകുമാരി ഇത്രയും നാൾ അവരോടൊപ്പം കഴിയുകയായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ കുമാരി ആ നാട് ഭരിക്കുവാൻ തുടങ്ങി. തന്നെ ചതിച്ചവരെയെല്ലാം തടവിലാക്കുകയും ആ നാട്ടിലുള്ള ജനങ്ങളെ സ്നേഹിച്ചു അവരുടെ ക്ഷേമത്തിനായി പ്രയത്നിക്കുകയും വളരെ കാലം ആ രാജ്യം ഭരിക്കുകയും ചെയ്തു. കുമാരിയുടെ അച്ഛൻ ചെയ്ത 3 പുണ്യങ്ങളാണ് കുമാരിയെ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചത്. ഇത്രയും പറഞ്ഞു യമരാജൻ താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ നിർത്തി. എന്നിട്ട് ബാലചന്ദ്രനോട് ചോദിച്ചു, ഈ കഥയിൽ രാജകുമാരിയെ രക്ഷിച്ച 3 പുണ്യങ്ങൾ ഏതൊക്കെയാണെന്ന് താങ്കൾക്ക് പറയുവാൻ സാധിക്കുമോ? ബാലചന്ദ്രന് 3 പുണ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുവാൻ സാധിച്ചില്ല. അപ്പോൾ യമരാജൻ പറഞ്ഞു, ഒരു മനുഷ്യൻ താൻ ജീവിതത്തിൽ ജീവിക്കുന്ന കാലത്തിൽ ചെയ്യുന്ന 3 പുണ്യങ്ങൾ അവൻ്റെ തലമുറയെ രക്ഷിക്കും. അതിൽ ഒന്നാമതായി ആവശ്യമുള്ളവർക്ക് ആവശ്യം വരുന്ന സമയത്ത് സഹായം ചെയ്യുന്നത്. രണ്ടാമതായി താൻ ചെയ്ത നല്ല കാര്യങ്ങൾ മകളോട് പറയുകയും തൻ്റെ മകളെ നന്മയുള്ളവളായി വളർത്തുകയും ചെയ്തു. മൂന്നാമത്തേത് തൻ്റെ മകളെ കൊട്ടാരത്തിനുള്ളിൽ തളച്ചിടാതെ മകൾക്ക് വേണ്ട അറിവും ധൈര്യവും നൽകി വളർത്തി. ഇതാണ് ആ 3 പുണ്യങ്ങൾ. ഇത് യമരാജൻ പറഞ്ഞു കഴിഞ്ഞതും ബാലചന്ദ്രൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റു. സ്വപ്നത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി. പിന്നീടുള്ള കാലം അദ്ദേഹം വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തു. യമരാജൻ പറഞ്ഞ 3 പുണ്യങ്ങളും ചെയ്തു. തൻ്റെ അടുത്ത തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന വിധത്തിൽ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിച്ചു.